ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് സെയിൻ്റെ ഡെയിലി മീൽ റുട്ടീൻസ് കൂടുതൽ ഷെയർ ചെയ്യുമോ എന്നുള്ളത്. സെയിൻ്റെ ഡെയിലി മീൽ റുട്ടീൻസ് ഒക്കെയും നമ്മുടെ ഫാമിലി മീൽസ് ഷെയർ ചെയ്യുന്നതാണ് മേജർലി. അപ്പോൾ അതിൻ്റെ വലിയ പ്രത്യേകതയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനതങ്ങനെ ഷെയർ ചെയ്യാത്തത്. പക്ഷേ ഐ സീ ദാറ്റ് എ ലോട്ട് ഓഫ് യു വോണ്ട് ടു സീ മോർ ഓഫ് ഇറ്റ്. സോ ഹിയർ ഐ ആം ഷെയറിങ് എ വീഡിയോ ദാറ്റ് വാസ് ഷോട്ട് യെസ്റ്റർഡേ ഓൺ എ സൺഡേ വെൻ ഹി ഹാഡ് നോ സ്കൂൾ. സോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുരിങ്ങയില തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയുമായിരുന്നു. ഇതിലിപ്പം അയൺ സോഴ്സിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ബോയിൽഡ് എഗ്ഗ് അവന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്ലെയിൻ മിൽക്കാണ് അവൻ കുടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 2 hours ഒക്കെ കഴിയുമ്പോൾ ഞാൻ അവൻ എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുക്കും. ഇന്നത് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് അത് കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നട്ട്സ് പൗഡർ എപ്പോഴും അവൻ്റെ എല്ലാ ഫുഡിലും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അവരുടെ മീൽസ് ഒരുപാട് മോർ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. യെസ്. Yeah. Your favorite fruit? Apple. Yes. അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എസ്പെഷ്യലി ബിക്കോസ് സ്ട്രോബെറി ഇസ് ഹിസ് ഫേവറേറ്റ് ഫ്രൂട്ട്. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ചിന് നമുക്ക് വിഭവ സമൃദ്ധമായിരുന്നു. ഉമ്മൻ്റെ വക ലഞ്ചായിരുന്നു ഇന്ന്. അത് ഉമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോരുകറി, ബീഫ്, പയറുപ്പേരി, പിന്നെ അതിൻ്റെ കൂടെ ചേന ഫ്രൈയും ഉണ്ടായിരുന്നു. എയ്യുവിൻ്റെയും ഫേവറേറ്റ് ലഞ്ചാണ് ചോറും മോരുകറിയും ബീഫും എന്നുള്ളത്. അത് അവന് നിറയെ കറി ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പം അതും അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ മീല് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേന ഫ്രൈ എനിക്ക് തോന്നുന്നു അവൻ വല്ലപ്പോഴും ഒക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അവൻ ഇരുന്നത് ചേന ഫ്രൈ നന്നായിട്ട് കഴിച്ചു. നല്ലൊരു മീൽ, അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അത് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പം അവൻ എപ്പോഴും ഔട്ട്ഡോർ പ്ലേ ടൈം കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ അവന് മെയിൻലി പാൻകേക്സ്, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് പാൻകേക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ക്യാരറ്റ് സിറിയൽ വെച്ചിട്ടാണ് ഞാൻ പാൻകേക്സ് ഉണ്ടാക്കിയത്. അതും കുറച്ച് പീസസ് ഓഫ് ആപ്പിളും ആണ് ഞാൻ അവന് ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുത്തത്. എഗെയിൻ പാൻകേക്സ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും അവൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. അതൊക്കെ പെട്ടെന്ന് ഫിനിഷ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് രാത്രി ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പത്തിരിയും ഉച്ചക്കത്തെ ബീഫും പിന്നെ സാലഡും ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് സെയിൻ്റെ ഒരു ദിവസത്തെ മീൽ റുട്ടീൻ. ഇതിൽ ഞാൻ മെയിൻലി ശ്രദ്ധിക്കുന്ന കാര്യം, എല്ലാ മീൽസിലും അവൻ്റെ പ്ലേറ്റിൽ ഒരു കാർബ് സോഴ്സ് ഉണ്ടോ, ഒരു ഫ്രൂട്ട് ഒരു വെജിറ്റബിൾ സോഴ്സ് ഉണ്ടോ, പിന്നെ ഒരു അയൺ സോഴ്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എനിക്കറിയില്ല ഈ വീഡിയോ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത്. ഡു ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഓൾസോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് ഇൻ ദ കോമെന്റ്സ്.